ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. Hello students, welcome to Mastermind Education's online classes. അപ്പോൾ ഇന്ന് ബയോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ട് എങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസ്, വെയിറ്റേജ് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ അത് ഡിസ്കസും ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി, ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഫ്ലോ ചാർട്ടിൻ്റെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാവൽസ് ഇൻ എ ന്യൂറോൺ ഫ്രം, അതായത് ഒരു ന്യൂറോണിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പാത്ത് വേ, അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ എ ആക്സോൺ ആൻഡ് ആക്സോൺ, സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്. ഓപ്ഷൻ ബിയോ ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ, ആക്സോൺ എൻഡ്. സി ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ആക്സോൺ എൻഡ്, സെൽ ബോഡി. ഡി എന്താണ്? സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ആക്സോൺ എൻഡ്. ആകെ മൈൻഡൊക്കെ പോകുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ഫുള്ള് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനെ കൺഫ്യൂഷൻ വരരുത്, വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂറോണിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് പഠിക്കുക. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇമ്പൾസ് പോകുന്ന പാത്ത് വേ, ഞാൻ കറക്റ്റ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആ പാത്ത് വേ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. അഞ്ചാമത്തെ ആൻസർ വരുന്നത് അതേതാണ്? ഡെൻഡ്രൈറ്റ് ആണ് റിസീവ് ചെയ്യുന്നത്. ഡെൻഡ്രൈറ്റിലൂടെ സെൽ ബോഡിയിലേക്ക് എത്തും. സെൽ ബോഡിയിൽ നിന്ന് സെല്ല് ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ, ആ സെൽ ബോഡിയിൽ നിന്ന് പിന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ട് ആക്സോൺ. ആ ആക്സോണിലൂടെ പോകും. ആക്സോണിൻ്റെ അറ്റത്ത് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് മാറിയിട്ടുണ്ട് ആക്സോൺ എൻഡ്. ഓക്കെ, അപ്പോൾ അതാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാവൽസ് ഇൻ എ ന്യൂറോൺ ഫ്രം ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ, ആക്സോൺ എൻഡ്. ആ ഒരു ഇതിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ജസ്റ്റ് നോക്കാം ഓപ്ഷൻ ബി തന്നെ അല്ലേ എന്നുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി കറക്റ്റ് അല്ലേ? In glycolysis, the glucose is broken down in the cytoplasm into pyruvate and dash ATP molecules. അതായത് ഗ്ലൈക്കോളിസിസ് ഇവിടെ കറക്റ്റായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് ബ്രോക്ക് ഡൗൺ ചെയ്തിട്ട് എന്താണ്? സൈറ്റോപ്ലാസത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ബ്രോക്ക് ഡൗൺ ചെയ്തിട്ട് എന്താ? പൈറുവേറ്റും പിന്നെ എത്ര ATP മോളിക്യൂൾസ് ആയിട്ടാണ് മാറുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് കേട്ടോ. രണ്ട് ATP മോളിക്യൂൾസ് ആയിട്ടാണ് ബ്രോക്ക് ഡൗൺ ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് ഇങ്ങനെയല്ല ചോദിക്കുക, ചിലപ്പോൾ 2 ATP മോളിക്യൂൾ ആൻഡ് ഡാഷ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്താ? പൈറുവേറ്റ്. അപ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് പൈറുവേറ്റ് ആണ്. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് ബ്രോക്ക് ഡൗൺ ചെയ്തിട്ട് സൈറ്റോപ്ലാസ്റ്റിൽ ബ്രോക്ക് ഡൗൺ ചെയ്തിട്ട് പൈറുവേറ്റും ഡാഷ് ATP മോളിക്യൂളായിട്ട് മാറും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ 2 ATP മോളിക്യൂൾ. ഓക്കെ, 2. ഇനിയിപ്പോൾ ATP മോളിക്യൂൾ എഴുതിയില്ല എന്നുണ്ടെങ്കിലും 2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ദി സ്ട്രക്ചർ ഫ്രം വിച്ച് എ ന്യൂ ഫിലമെന്റ് ഓഫ് സ്പൈറോഗൈറ ഈസ് എമർജിങ് ഈസ്. ഓക്കെ, അപ്പോൾ ഒരു സ്പൈറോഗൈറേൻ്റെ ഒരു സ്പോറാണ്. ആ സ്പോറിൽ നിന്ന് ഒരു ന്യൂ സ്പൈറോഗൈറ എമർജ് ചെയ്യുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ആ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്, ആ സ്പോർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ അപ്ലാനോസ്പോർ, ഓപ്ഷൻ ബി സൂസ്പോർ, ഓപ്ഷൻ സി സൈഗോസ്പോർ,
ഓപ്ഷൻ ഡി ഓൺലി സ്പോർ. ഒരു സ്പോറും അല്ല, ഓൺലി സ്പോർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുക, ഈ പിക്ചർ കറക്റ്റ് നോക്കുക. പിക്ചർ നോക്കിയതാ, പിക്ചർ തന്നെ എന്താണ് സൈഗോസ്പോർ വോൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആൻസർ ഇവിടെ തന്നെ കിട്ടിയില്ല നമുക്ക്. അത് നിങ്ങൾ ഇതിൽ തന്നെ ഉണ്ടാവുന്നില്ല കേട്ടോ, ആൻസർ ഇതിൽ തന്നെ ഉണ്ടാവുന്ന നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ട് അവരിടാം. അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നത്, സ്പൈറോഗൈറേൻ്റെ പുതിയൊരു ഇത് വരുന്നത് ഓപ്ഷൻ സി സൈഗോസ്പോർസ്. ഓക്കെ, അപ്പോൾ സൈഗോസ്പോർ വഴിയാണ് അവരുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സൈഗോസ്പോർ വോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അപ്ലാനോസ്പോറിന് സൈഗോസ്പോർ വോൾ ഉണ്ടാവുമോ? ഇല്ല. അപ്ലാനോസ്പോർ വോൾ എന്നാണ് അവിടെ കൊടുക്കുക. അപ്പോൾ സൈഗോസ്പോർ ആണെന്ന് ഏറ്റവും കൂടുതൽ എന്താണ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്പൈറോഗൈറേൻ്റെ ഇത് സ്പോറ് വരുന്നത് സൈഗോസ്പോർ. അപ്പോൾ നമുക്ക് 6ഉം 7ഉം ഒന്ന് ചെക്ക് ചെയ്യാം, എയും സിയും തന്നെ അല്ലേ എന്നുള്ളത്. 6ഉം എ 7 സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ മോർ ക്വസ്റ്റ്യൻ ഉണ്ട്. Given below are the pairs of modes of vegetative reproduction and their examples. Choose the unmatched pair. ഓക്കെ, അൺമാച്ച്ഡ് പെയർ, അതായത് തെറ്റായിട്ടുള്ള പെയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ മോഡ്സ് അതുപോലെ അവിടെ എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അണ്ടർഗ്രൗണ്ട്, കോം, സക്കർ, ബൾബിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓപ്ഷൻ എ കോം സാമിഗാൻഡ്, ബി സക്കർ ക്രൈസാന്തിമം, സി ബൾബിൽസ് അഗേവ്, ഡി ട്യൂബറസ് റൂട്ട് പൊട്ടാറ്റോ. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. കാരണം ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ശരിയായിട്ടുള്ളത് ഏതാണെന്നല്ല. ബാക്കി 3ഉം കറക്റ്റ് ആണ്, ഇത് മാത്രം തെറ്റ്. കാരണം എന്താ, പൊട്ടറ്റോ ട്യൂബറസ് റൂട്ട് ആണോ? അല്ല, പൊട്ടറ്റോ ഇതല്ല, സ്റ്റെമ്മാണ് പൊട്ടറ്റോ. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് പൊട്ടറ്റോ വരുന്നത് കേട്ടോ, ട്യൂബറസ് റൂട്ട് അല്ല. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവണം. പൊട്ടറ്റോ എന്ന് കണ്ടു കഴിഞ്ഞാൽ പൊട്ടറ്റോ അതിൻ്റെ കൂടെ വരേണ്ടത് ആളാരാ? അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് പൊട്ടറ്റോ. ഓക്കെ, അപ്പോൾ ട്യൂബറസ് റൂട്ടിൻ്റെ കൂടെയാണ് പൊട്ടറ്റോ ഇവിടെ വന്നിട്ടുള്ളത്. സോ ആൻസർ ഡി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ആൻസർ അതാണ്. അതിന് ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. The mode of reproduction in Chlamydomonas where the gametes are morphologically identical but differ physiologically or chemically. നമ്മൾ ഓരോ ഇതും റീപ്രൊഡക്ഷൻ്റെ മെത്തേഡും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാമിഡോമോണാസിൽ മോർഫോളജിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളതും ഫിസിയോളജിക്കലി ഓർ കെമിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതുമായ ഗമീറ്റ്സ്, അതിൻ്റെ ഒരു ഫ്യൂഷൻ, അതിനെന്താണ് പറയുകയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നത് ഊഗമി, ഓപ്ഷൻ ബി എന്താണ് അനൈസോഗമി, ഓപ്ഷൻ സി സിംഗമി, ഓപ്ഷൻ ഡി ഐസോഗമി. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഐസോഗമി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഐസോഗമി എന്ന് പറയുമ്പോൾ സെയിം ഒരേപോലെ. അപ്പോൾ ഇവിടെ എന്താണ്, മോർഫോളജിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളതാണ്, ഫിസിയോളജിക്കലി ഓർ കെമിക്കലി മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഐസോഗമിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഡിയും അല്ലേ എന്നുള്ളത്. 8 ഡി രണ്ടും ഡി ആണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് 9ാമത്തേത് നോക്കാം. Leydig cells in the human testis secrete or produce A. seminal fluid, B. testosterone, C. sperms, D. a white viscous alkaline secretion. 9ാമത്. അപ്പോൾ ലേഡിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ക്ലിയർ ആയി പഠിച്ചു, മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ആണ് ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ടെസ്റ്റോസ്റ്റിറോൺ ആണ് ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്യേണ്ടത് ഓപ്ഷൻ ബി ടെസ്റ്റോസ്റ്റിറോൺ. ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്.
ഓക്കെ, ദി എംബ്രിയോണിക് സ്റ്റേജ് ദാറ്റ് ഗെറ്റ്സ് ഇംപ്ലാന്റഡ് ഇൻ ദ ഹ്യൂമൻ യൂട്രസ് ഈസ്, അതായത് നമ്മൾ പ്രഗ്നൻസീൻ്റെ പല സ്റ്റേജസ് പഠിച്ചു, എംബ്രിയോണിക് സ്റ്റേജസ് പഠിച്ചു അല്ലേ. ആദ്യം ഒരു സൈഗോട്ട് ആവും, പിന്നെ അതെന്തൊക്കെയാവും, പല പലതായിട്ട് ലാസ്റ്റ് യൂട്രസിലൊക്കെ ഇംപ്ലാന്റ് ചെയ്യും, പിന്നെയാണ് ഒരു ഫീറ്റസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഏത് സ്റ്റേജിലാണ് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ, ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഫ്ലോചാർട്ട് വരുന്നത് ഫസ്റ്റ് സൈഗോട്ട്, പിന്നെ മോറുലർ സ്റ്റേജ് ആവും, മോറുലർ സ്റ്റേജ് പിന്നെ ബ്ലാസ്റ്റോസിസ്റ്റ് വീണ്ടും പിന്നെ ഫീറ്റസ് ആവും. അങ്ങനെയാണത് അതിൻ്റെ ഒരു ഫ്ലോ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 9 നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ട് ബി, സെക്കൻഡ് പാർട്ട് എ ആണ്. ഫസ്റ്റ് പാർട്ട് ബി, സെക്കൻഡ് പാർട്ട് എ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 10. A yellow pea pod bearing yellow seeds reflects both dominant and recessive characters. Which one is the correct statement? A, yellow pod color is recessive. B, yellow seed color is recessive. Both the characters are recessive. Both the characters are dominant. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താ, ഇത് ജെനറ്റിക്സിൻ്റെ പ്രോബ്ലം ആണ് കേട്ടോ. ഈ യെല്ലോ പീ പോഡ് ബിയറിങ് യെല്ലോ സീഡ്. ഓക്കെ, ഒരു യെല്ലോ പീ പോഡ് ഉണ്ട്, അതിൽ യെല്ലോ സീഡ്സ് ആണ് കാണുന്നത്. അപ്പോൾ റിഫ്ലക്ട് ബോത്ത് ഡോമിനൻറ്റ് ആൻഡ് റെസസീവ് ക്യാരക്ടേഴ്സ്. ബോത്ത് ഡോമിനൻറ്റ് ക്യാരക്ടേഴ്സും റെസസീവ് ക്യാരക്ടേഴ്സും അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിച്ച് വൺ ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണെന്നറിയാം ആൻസർ ചെയ്യേണ്ടത്, യെല്ലോ പോഡ് കളർ ഈസ് റെസസീവ്. ഓക്കെ, യെല്ലോ പോഡ് കളർ റെസസീവ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡോമിനൻ്റ് ആയിട്ടുള്ളതും റെസസീവ് ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ യെല്ലോ പോഡ് കളർ എന്നുള്ളത് റെസസീവ് ആണ് ഇവിടെ വരുന്നത്. അത് ഓപ്ഷൻ എ, 10ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 10 വരെ ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് നോക്കിയില്ലേ. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് ഈ ഒരു പാർട്ടിൻ്റെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് നോക്കണം, ആൻസർ വെച്ച് നോക്കണം, അത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് തന്നെ വന്നോണം എന്നില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.